നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പാളിയത് എവിടെയാണ്? കോച്ച് ഹൻസി ഫ്ലിക്കിനോടാണ് ചോദ്യം. 3-0 തോറ്റിരിക്കുകയാണ് FC ബാഴ്സലോണ. ഫ്ലിക്കിൻ്റെ ഫുട്ബോൾ കരിയറിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹത്തിൻ്റെ ടീം ഏറ്റുവാങ്ങുന്ന ഏറ്റവും വലിയ മാർജിനിലെ തോൽവിയാണിതെന്ന് മാത്രമല്ല, അദ്ദേഹം ഇതുവരെ 36 മത്സരങ്ങളിൽ ബയേണിനെയും ബാഴ്സയുമായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിനെ ഒരുക്കി ഇറക്കിയിട്ടുണ്ട്. അതിലാദ്യമായിട്ടാണ് ഒരു ഗോൾ പോലും അടിക്കാതെ അദ്ദേഹത്തിൻ്റെ ടീം മടങ്ങി വരുന്നത്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തോട് ചോദ്യം, എവിടെയാണ് പിഴച്ചത്? ഹൈലൈൻ ഡിഫൻസ് നിങ്ങൾക്ക് പാളിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ദി ഹൈലൈൻ വാസ് നോട്ട് ദി പ്രോബ്ലം. അതായിരുന്നില്ല പ്രശ്നം. ഞങ്ങൾ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് ഈസി ബോൾസ് മിസ്സാക്കി. അവർ ഞങ്ങൾ വല്ലാതെ പ്രസ് ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പൊസിഷൻ വിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊന്നും അവരധികം നടത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞങ്ങൾ ഈസി പാസുകൾ മിസ് ചെയ്തു. അതവർ മുതലെടുത്തു. അതാണ് സംഭവിച്ചത്. അവിടെയാണ് പാളിപ്പോയത്. ഞങ്ങൾ ഈ ഗെയിം നല്ല രൂപത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഗോൾ അടിക്കാനുള്ള അവസരവും ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എല്ലാം മാറി. പ്രത്യേകിച്ച് ആ റെഡ് കാർഡിന് ശേഷം എല്ലാം തകിടം മറിയുകയായിരുന്നു. നിങ്ങൾ ചെൽസിയെ നോക്കുമ്പോൾ അവർ കൂടുതൽ ഡൈനാമിക്കായിട്ടാണ് 1 vs 1 സിറ്റുവേഷനുകളിൽ കളിക്കുന്നത്. അതാണ് എനിക്ക് എൻ്റെ ടീമിൽ നിന്നും വേണ്ടത്. അത്തരത്തിലുള്ളൊരു പ്രകടനമാണ്. ചിലപ്പോൾ ഞങ്ങൾ മത്സരം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കളിക്കുന്നത് ഒരു പ്രീമിയർ ലീഗ് ക്ലബിനെതിരെയാണ്. അവർ പ്രീമിയർ ലീഗിൽ സെക്കൻഡാണ്, ടേബിൾ സെക്കൻഡ് നിൽക്കുന്ന ടീമാണ്. അപ്പോൾ അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. എന്തായാലും കുറച്ചുകൂടി നല്ല രൂപത്തിൽ ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട്. മോർ അഗ്രസീവ്ലി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാണ് ഹൻസി ഫ്ലിക്ക് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഹൻസി ഫ്ലിക്ക് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്യുന്നു, വരും മത്സരങ്ങളിൽ നിങ്ങൾ കൂടുതൽ മികച്ച FC ബാഴ്സലോണയെ കാണുമെന്ന്. ഏതായാലും ബാഴ്സ ആരാധകർ ആ വാക്കുകളിൽ പ്രതീക്ഷിച്ചിരിപ്പാണ്. ഇതിപ്പോൾ ഏതായാലും വലിയ ഒരു നാണക്കേടുണ്ടാക്കുന്ന തോൽവിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.